നമസ്കാരം, ഞാൻ രാകേഷ് എം ടി. AMT വാഹനം അല്ലെങ്കിൽ AGS വാഹനം യൂസ് ചെയ്യുന്ന പലരും ഫേസ് ചെയ്യുന്ന കുറച്ച് കോമൺ ആയിട്ടുള്ള കംപ്ലയിൻസ് ഉണ്ട്. അതായത് ഓട്ടോമാറ്റിക് വാഹനം അല്ലെങ്കിൽ ഓട്ടോമേറ്റഡ് മാനുവൽ ട്രാൻസ്മിഷൻ വാഹനം ഓടിക്കുന്ന പലരും ഫേസ് ചെയ്യുന്ന കുറച്ച് പ്രോബ്ലമാണ്. പക്ഷേ അതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാൽ ഇങ്ങനെ ഒരു കംപ്ലയിൻറ്റ് അല്ലെങ്കിൽ ഒരു പ്രോബ്ലം വരുന്നതായിരിക്കത്തില്ല. AMT അല്ലെങ്കിൽ AGS വാഹനങ്ങൾ ഉപയോഗിക്കുന്ന എല്ലാവരും തന്നെ ഈ ഒരു വീഡിയോ കണ്ടിരിക്കണം. ഇങ്ങനൊരു സംശയം, അതായത് ഞാൻ ഈ പറഞ്ഞൊരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അരുൺ താമരശ്ശേരിയാണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: AMT വെഹിക്കിൾ റിവേഴ്സ് ഗിയർ ഇട്ടതിന് ശേഷം ഹാൻഡ് ബ്രേക്ക് അപ്ലൈ ചെയ്ത് വാഹനം ഓഫ് ചെയ്ത് നിർത്തിയിടുന്നതിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഞാൻ ഇതിന് ഉത്തരം കൂടെ പറഞ്ഞു പോയേക്കാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞൊരു പ്രൊസീജിയർ ഏറ്റവും കറക്റ്റായിട്ടുള്ള പ്രൊസീജിയറാണ്. അതായത് AMT വാഹനം അല്ലെങ്കിൽ AGS വാഹനം ഓഫ് ചെയ്യുന്ന സമയത്ത് ഡി മോഡ്, അതായത് ഡ്രൈവ് മോഡിലോട്ടോ അല്ലെങ്കിൽ റിവേഴ്സ് മോഡിലോട്ടോ, ആർന്ന് പറയുന്ന മോഡിലോട്ട് ഇട്ടതിന് ശേഷം മാത്രം കീ ഓഫ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് പറഞ്ഞാൽ എൻജിൻ ബ്രേക്കിങ്ങും കൂടെ, അതായത് നമ്മുടെ വാഹനം ഗിയറിൽ എൻഗേജ് ചെയ്തിടുന്ന സെയിം ഫംഗ്ഷനാണ് നടക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ഓർത്തോണം. അങ്ങനെ ഇടുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അതിനുശേഷം ഹാൻഡ് ബ്രേക്കും കൂടെ അപ്ലൈ ചെയ്തിടുകയാണെങ്കിൽ നല്ലതാണ്. ഇൻ കേസ് നമ്മൾ നിരപ്പിലാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്, ഈ കാറൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്ന പോലെ ഒരു നിരപ്പിലാണ് പാർക്ക് ചെയ്തിരിക്കുന്നതെങ്കിൽ ഒരു കാരണവശാലും നമുക്ക് ഹാൻഡ് ബ്രേക്ക് അപ്ലൈ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല, ഗിയറിൽ തന്നെ ഇരുന്നാലും മതി. ഇനി അതിൻ്റെ അടുത്ത ചോദ്യത്തിലോട്ട് വരാം. എൻ്റെ വാഹനം സ്വിഫ്റ്റ് ഡിസയർ ആണ്. ഇന്നലെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോൾ വണ്ടി റിവേഴ്സ് ഗിയറിൽ തന്നെ ഹോൾഡായി നിൽക്കുമായിരുന്നു. ന്യൂട്രൽ ഗിയറിൽ ആകുന്നില്ല. AMTയുടെ എല്ലാ വാർണിംഗ് ലൈറ്റ്സും കത്തി റിവേഴ്സ് ഗിയർ തന്നെ ഹോൾഡായി നിൽക്കുന്നു. പിന്നെ കുറച്ചു നേരം റെസ്റ്റായി ടൈമിൽ സ്റ്റാർട്ടായി. പിന്നെ ഇടയ്ക്ക് AMT ഇൻഡിക്കേഷൻ വരുന്നു. ഇതിനൊരു റിപ്ലൈ തരാമോ? 100%. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനൊരു കംപ്ലയിൻറ്റ് വരുന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനം എൻ്റെ ഒരു നിഗമന പ്രകാരം ഓട്ടം കുറവുള്ള വാഹനമായിരിക്കും, അതായത് ഓട്ടം തീരെ കുറവുള്ള വാഹനമായിരിക്കും. അതുകൊണ്ടാണ് ഈ പറഞ്ഞൊരു കംപ്ലയിൻറ്റ് കൂടുതലും കാണിക്കുന്നത്. ഇത് മെയിനായിട്ട് കാണിക്കാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ് വരുന്നത്. ഓട്ടം കുറവെന്ന് ഞാൻ എടുത്ത് പറഞ്ഞതിൻ്റെ കാര്യം, ഇതിനകത്ത് വരുന്നൊരു മോട്ടർ യൂണിറ്റ് ഉണ്ട്. അതായത് AMT യൂണിറ്റിൽ വരുന്ന ഒരു മോട്ടർ അസംബ്ലി വരുന്നുണ്ട്. ഏകദേശം ഒരു 4000 രൂപ അടുപ്പിച്ച് വരുന്നുണ്ട് ആ മോട്ടറിന്. ആ മോട്ടറിനെ കംപ്ലയിൻസ് വന്ന് തുടങ്ങുമ്പോൾ, കംപ്ലയിൻറ്റ് എങ്ങനെ വരുന്നു എന്ന് ചോദിച്ചാൽ, ഓട്ടം കുറവുള്ള വാഹനത്തിൽ ഈ ഒരു മോട്ടർ വർക്ക് ചെയ്യാതെ ഇരുന്ന് പോകുന്നുള്ളതുകൊണ്ടാണ് കംപ്ലയിൻസ് വരുന്നത്, വേറെ ഒരു കാര്യം കൊണ്ടല്ല. അപ്പോൾ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ട് ഈ ഒരു പ്രോബ്ലം കാണിക്കും. അതായത് കീ ഓൺ ചെയ്യുന്ന സമയത്ത് ഈ ഒരു മോട്ടറാണ് ശരിക്കും ഒരു ഹൈഡ്രോളിക് പമ്പിന് ഉള്ള ഫ്ലൂയിഡ് ലോഡ് ചെയ്ത് കൊടുക്കുന്നത്, അല്ലെങ്കിൽ അതിനെ പ്രഷറൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നൊരു മോട്ടറാണ് ഈ വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഡോറ് തുറന്നാൽ ഉടനെ തന്നെ ഫ്രണ്ടിൽ നിന്ന്, അതായത് നമ്മുടെ ഹുഡിൻ്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ബോണറ്റിനകത്ത് നിന്ന് ഒരു മോട്ടർ കറങ്ങുന്ന ഒച്ച കേൾക്കുന്ന ഈ പമ്പ് ലോഡ് ആകുന്നതിൻ്റെ സൗണ്ട് തന്നെയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉറപ്പായിട്ടും നിങ്ങളുടെ വാഹനം ഓട്ടം കുറവാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ടേക്കുന്നത് നല്ലൊരു കാര്യമല്ല. ഇടയ്ക്കെങ്കിലും ആഴ്ചയിൽ ഒന്നെങ്കിലും വാഹനം ഓടിച്ച് കുറച്ച് ദൂരമെങ്കിലും, ഒരു 10 കിലോമീറ്ററെങ്കിലും ഓടുന്നത് അത്യാവശ്യമാണ്. ഓടാതിരിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. ഇനി രണ്ടാമത്തെ കാര്യം, ഈ പറഞ്ഞ പോലെ നമ്മുടെ വാഹനത്തിൻ്റെ ബാറ്ററിക്ക് ചാർജ് തീരെ കുറവാണെങ്കിൽ, അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മുടെ വാഹനത്തിൽ വരുന്ന ബാറ്ററിക്ക് ചാർജ് കുറവാണെങ്കിലും ഈ മോട്ടറിൽ ലോഡാകാനുള്ള കപ്പാസിറ്റി കിട്ടുന്നില്ലെങ്കിൽ പോലും ഈ പറഞ്ഞ പോലെ വാഹനം സ്റ്റാർട്ട് ആകത്തില്ല. അതുകൊണ്ട് ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഓട്ടം കുറവാണെന്നുണ്ടെങ്കിൽ ഈ മോട്ടറിന് കംപ്ലയിൻറ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം, കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ, കാരണം ഇടയ്ക്കെങ്കിലും വാഹനം ഓടിക്കുന്ന സമയത്ത് ഈ ട്രാൻസ്മിഷൻ്റെ ലൈറ്റ് കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ആ ലൈറ്റ് കാണിച്ചതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് മോട്ടർ അസംബ്ലിയുടെ പ്രശ്നമാണെങ്കിൽ ഉറപ്പായിട്ട് ആ മോട്ടറും കൂടെ മാറി വിട്ടോണം. അങ്ങനെയാണെങ്കിൽ ഭാവിയിൽ ഇനി മുമ്പോട്ട് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വരുന്നതായിരിക്കത്തില്ല. ഈ ഒരു കംപ്ലയിൻറ്റ് വെച്ചുകൊണ്ട് ഇനി കുഴപ്പമില്ല, ഇനി അടുത്ത കംപ്ലയിൻറ്റ് വരുന്നവരെ നോക്കിയിരിക്കാമെന്ന് ഒരിക്കലും ചിന്തിക്കില്ല. കാരണം എവിടെയെങ്കിലൊക്കെ യാത്ര പോകുന്ന സമയത്ത് ഈ ഒരു കാര്യം ബുദ്ധിമുട്ടായി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ഷോറൂം ഒന്നും അടുത്തില്ലെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ട് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ഒരു കംപ്ലയിൻറ്റ് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി നോക്കിക്കണം.